നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ വീഡിയോ ചെയ്യുമ്പം അഭിമാന മുഹൂർത്തമാണ്. ബിഗ് സല്യൂട്ട് പൃഥ്വിരാജിന് ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് തന്നെ തുടങ്ങണം. കാരണം പൃഥ്വിരാജ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കൃത്യമായി അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ആ വാർത്താ സമ്മേളനം ചാനലുകൾ കണ്ടു കാണും. വാർത്താ സമ്മേളനം നമ്മളും എടുത്തിട്ടുണ്ട്, നമ്മളും കാണിക്കുന്നുണ്ട്. ആ വാർത്താ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ സ്പോൺസർ എന്ന നിലയിൽ ഒരു വാർത്താ സമ്മേളനം നടന്നു. അതിന് മാധ്യമങ്ങളുടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നു, നിങ്ങളിത് ചോദിക്കുമെന്ന് എനിക്കറിയാം, അതിൻ്റെ വിശദ വിവരത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മറ്റ് ആളുകളെ മാറ്റി നിർത്തി അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു എന്നാണ് നമ്മൾ കണ്ടത്. പൃഥ്വിരാജിനോടുള്ള ഓരോ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ആരോപണങ്ങൾ പഴുതടച്ച അന്വേഷണം വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണം ഉന്നയിച്ചാൽ അത് പഴുതടച്ച് അന്വേഷണം വേണമെന്ന് പൃഥ്വിരാജ് കൃത്യമായി പറയുന്നു. ആരോപണം അന്വേഷിക്കണം, കുറ്റം ചെയ്തെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നു, ഇരകളുടെ പേര് സംരക്ഷിക്കപ്പെടണം, ഇരകളുടെ പേര് പുറത്തു വിടരുത്. എന്നാൽ ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ തിരിച്ചും നടപടി വേണം. അതും കൃത്യമായിട്ട് പറഞ്ഞു. ആരോപണം ഉന്നയിച്ച ഇരകൾ തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിൽ അവർക്കെതിരെയും നടപടി വേണമെന്നും പൃഥ്വിരാജ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പേരുകൾ പുറത്തുവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല. മാധ്യമങ്ങൾ ചോദിച്ചു, ഈ കമ്മിറ്റിയിൽ ഹേമ കമ്മിറ്റിയിൽ കൊടുത്ത പേരുകൾ പുറത്തുവിടണമോ എന്ന് ചോദിച്ചപ്പോൾ അത് താനല്ല പുറത്തുവിടേണ്ടത്, അത് തീരുമാനിക്കേണ്ടതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മ സംഘടന, താരസംഘടനയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് താരസംഘടനയ്ക്ക് വീഴ്ച പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മറുപടി ആലോചിക്കാതെ പൃഥ്വിരാജ് പറയുന്നു, താരസംഘടന അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ പറയുന്നു, താരസംഘടന അമ്മയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോപണ വിധേയനായ സ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം വേണം. ആരോപണ വിധേയനായവർ, ഇപ്പോൾ സിദ്ദീഖ് ആരോപണ വിധേയനായി സ്ഥാനമൊഴിഞ്ഞു. അത്തരം സ്ഥാനത്തിരിക്കുന്നവർക്കത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണത്തിനെ നേരിടണമെന്നാണ് പറയുന്നത്. അതാണ് കീഴ്വഴക്കമെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അന്വേഷിക്കുമ്പോൾ സ്ഥാനത്തിരുത്തി വെച്ചാൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ആരോപണ വിധേയനായവർ സ്ഥാനമൊഴിയണമെന്നും അമ്മ ഭാരവാഹികൾ ഒഴിയണമെന്നുള്ള നിലയിലാണ് പൃഥ്വിരാജ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അതിൽ നിന്നും മാറി അന്വേഷണം നേരിടാൻ തൻ്റെ ഇടം കാണിക്കണം എന്നാണ് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ. കൃത്യമായി തന്നെ ആ തൻ്റെ ഇടം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതാണ് പൃഥ്വിരാജ് പറഞ്ഞെന്ന കാര്യത്തിൽ സംശയമില്ല. പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന ചോദ്യത്തിന് പൃഥ്വിരാജ് കൃത്യമായി മറുപടി പറഞ്ഞു. പവർ ഗ്രൂപ്പുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് പൃഥ്വിരാജ് പറയുന്ന മറുപടി ഇപ്രകാരമാണ്. എല്ലാവർക്കും പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. തനിക്ക് പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. കാരണം തനിക്ക് അങ്ങനെ അനുഭവമില്ല, അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. അപ്പോൾ പവർ ഗ്രൂപ്പ് ഉണ്ടാകാൻ ഉള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല എന്നതാണ് ഏറ്റവും വാസ്തവം. പവർ ഗ്രൂപ്പ് ഉണ്ടാകാൻ ഉള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയാതെ തന്നെ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അതാണ് പൃഥ്വിരാജ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. തനിക്കില്ലെങ്കിൽ അത് ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് താൻ പറയില്ല. അത് നിങ്ങളും അതിനോടൊപ്പം നിൽക്കണം എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരും ഒപ്പം നിൽക്കണമെന്നുള്ളൊരു നിലപാടാണ് കൃത്യമായി പൃഥ്വിരാജ് ഉന്നയിച്ചിരിക്കുന്നത്. അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. വീണ്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറയുന്നത്. എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടന സംവിധാനമാണ് വേണ്ടത്. അതുടനെ വരുമെന്നും പൃഥ്വിരാജ് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള സംഘടന പാഠമാണ് വേണ്ടത്, അത് ഉടൻ വരുമെന്നുമാണ് പൃഥ്വിരാജ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. സിനിമയിൽ തൊഴിൽ നിഷേധം, അതിന് നടപടി വേണമെന്നും അദ്ദേഹം പറയുന്നു. സിനിമയിൽ തൊഴിൽ നിഷേധനമുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണമെന്ന് പൃഥ്വിരാജ് അക്കമിട്ട് പറയാണ്. താൻ ഇതിന് ഇരയായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ പിന്മാറുന്നുമില്ല എന്നാണ് പറയുന്നത്. താൻ ഇതിനിരയല്ല, എന്നാൽ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. അന്വേഷണ സംഘം തന്നെ സമീപിച്ചാൽ തീർച്ചയായും സഹകരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘം പൃഥ്വിരാജിനെ സമീപിച്ചാൽ കൃത്യമായി സഹകരിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാൻ പോയ ഒരു വ്യക്തിയാണെന്ന് കൂടി തുറന്നടിച്ച് തന്നെ പൃഥ്വിരാജ് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വന്നപ്പോൾ റിപ്പോർട്ടിൽ മൊഴി നൽകാൻ പോയ ഒരു വ്യക്തി കൂടിയാണെന്ന് കൃത്യമായി തന്നെ പൃഥ്വിരാജ് അക്കമിട്ട് തന്നെ പറയുകയുണ്ടായി. ഇങ്ങനെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചാൽ സിനിമാ മേഖലയിൽ നിന്നാണ് ചരിത്രം രേഖപ്പെടുത്തും.
സിനിമാ മേഖലയിൽ നിന്നാണ്, കേരളത്തിൻ്റെ സിനിമാ മേഖലയിൽ നിന്നാണ് ഇതിനെല്ലാം ഒരു മാറ്റം വന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും പറഞ്ഞാണ് അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് ബഹിഷ്കരണം വിലക്കും പാടില്ല എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാം, പൃഥ്വിരാജ് എന്നൊരു വ്യക്തി WCCക്ക് പൂർണ്ണ പിന്തുണ നൽകിയ വ്യക്തിയാണ്. നടിയെ ആക്രമിച്ച സമയത്ത് നമുക്കറിയാം, നടിയെ ആക്രമിച്ച സമയത്ത് മമ്മൂട്ടിയുടെ വീട്ടിൽ യോഗം ചേരുമ്പോൾ പൃഥ്വിരാജ് കയറി പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടായിട്ട് ഞാൻ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ പോയ പോക്കിൽ തിരിച്ചു വരുമ്പോൾ അതിനൊരു തീരുമാനമുണ്ടാവുന്നു. നടൻ ദിലീപിനെ പുറത്താക്കുന്ന നിലയിലേക്ക് അന്ന് പോയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതേ നിലപാടിൽ തന്നെ പൃഥ്വിരാജ് ഉറച്ചു നിൽക്കുന്നു. പാർവതിക്കെതിരെയുള്ള പാർവതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പാർവതിക്ക് വിലക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിലക്കുണ്ടായിട്ടുണ്ട്, അന്ന് താൻ പാർവതിയോടൊപ്പം നിന്നതാണെന്ന് പൃഥ്വിരാജ് കൃത്യമായി പറഞ്ഞു. പൃഥ്വിരാജ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, താരസംഘടന അമ്മയ്ക്ക് വീഴ്ചയുണ്ട്, വീഴ്ച തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവം താരസംഘടന കാണിക്കണമെന്ന് തന്നെയാണ് പൃഥ്വിരാജ് പറഞ്ഞത്. ഇത്രയും ആർജവത്തോടു കൂടി പറയാൻ ഒരു യുവനടൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് നമ്മൾ ഒച്ചത്തിൽ തന്നെ വിളിച്ചു പറയണം. മാധ്യമപ്രവർത്തകർ എന്നും കൂടെ നിൽക്കണമെന്നും പൃഥ്വിരാജ് പറയുന്നു. നിങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പോകരുത്, ഇത് എവിടെ വരെ പോകുന്നു അവിടെ വരെയുള്ള ഒരു യാത്രയും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തിന് ഉണ്ടാകണമെന്നും പൃഥ്വിരാജ് കൃത്യമായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞാണ് വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടാവും. പൃഥ്വിരാജ് തുറന്നടിച്ച് പരസ്യമായ രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയും ഇത്തരമുള്ള നടന്മാർ പുറത്തു വരുമെന്നുള്ള കാര്യം കൃത്യമായി അദ്ദേഹം അവരുടെ അഭിപ്രായങ്ങൾ പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വാർത്താസമ്മേളനം ഗംഭീരമായി തന്നെ അവസാനിപ്പിച്ചു. വാർത്താസമ്മേളനത്തിൽ എല്ലാ ചോദ്യത്തിനും മറുപടി നൽകാൻ തയ്യാറായി തന്നെയാണ് പൃഥ്വിരാജ് വന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്.